ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. അതിലെ 63ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അതിലെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 6, 11, 16 എക്സെട്ര. 1, 6, 11, 16 എക്സെട്ര. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ടേം ഞാനിവിടെ x1 എന്ന് പറയുന്നു. x1 അല്ലെങ്കിൽ f എന്ന് പറയാം, ഈക്വൽ ടു 1 ആണ്. അവിടുത്തെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു തൊട്ടടുത്ത ടൈമിൽ നിന്ന് മൈനസ് ചെയ്യുക. 6 മൈനസ് 1 ഈക്വൽ ടു 5. ഇനി ഇതിലെ നമുക്ക് nth ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. nth ടേം എന്ന് പറഞ്ഞാൽ n-ാമത്തെ പദം, ഒരു പ്രത്യേക സ്ഥാനത്തുള്ള ഒരു ടേം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനായിട്ട് n ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനായിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ n-ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ സ്ഥാനത്തുള്ള പദം നമുക്ക് കിട്ടും. അതിനുവേണ്ടി ഇതിൻ്റെ ഒരു ബീജഗണിത രൂപമാണ് എഴുതുന്നത്. അപ്പോൾ xn എന്ന് എടുക്കുന്നു, ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ x1 ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d കോമൺ ഡിഫറൻസ്. ഇത് തന്നെ ഈ ഇക്വേഷനത്തിൻ്റെ മാറ്റി ഈ d ഇൻറ്റു n മൾട്ടിപ്ലൈ ചെയ്ത് d ഇൻറ്റു -1 മൾട്ടിപ്ലൈ ചെയ്ത് xn is equal to dn plus f minus d എന്നൊരു ഇക്വേഷനുമായിട്ടും ചെയ്യാറുണ്ട്. രണ്ടും ഒരു ഇക്വേഷൻ തന്നെ, ഇതിലൊരു സ്റ്റെപ്പ് ചെയ്ത് കിട്ടുന്ന ഉത്തരവാണിത്. രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഇവിടെ x1 എന്നുള്ളത് ഫസ്റ്റ് ടൈം 1 ആണ്. 1 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 എടുത്തു, ഈക്വൽ ടു 1 പ്ലസ് n ഇൻറ്റു 5n മൈനസ് 5 ഇൻറ്റു 1 5 ഈക്വൽ ടു. ഇനി ഇവിടെ ഈ 1ഉം ഈ -5ഉം അത് നമ്പേഴ്സ് ആണ്. ഇവിടെ പക്ഷേ n എന്നുള്ള വേരിയബിൾ ഉണ്ട്. അപ്പോൾ 5n ഇവിടെ ആദ്യം എഴുതി. ഇനി നമുക്ക് ഇതിനോട് കൂട്ടാൻ പറ്റില്ല. പിന്നെ 1ഉം -5 ഇപ്പോൾ -4 എന്ന് കിട്ടും. 5n -4 എന്നാണ് ഇതിൻ്റെ ആൾജിബ്രിക് ഫോം. ഈ n-ന് ഏത് വാല്യൂ കൊടുത്തോ ആ വാല്യൂ അനുസരിച്ച് നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതിനുള്ളൊരു ഇക്വേഷനാണിത്. ഇനി ഇത് അതുപോലെ d ഇൻറ്റു -1 അത് ഈ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ഇക്വേഷൻ ആക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈക്വൽ നമുക്ക് dn നമുക്ക് നേരിട്ട് തന്നെ എഴുതാം. dn അതായത് കോമൺ ഡിഫറൻസ് ഇൻറ്റു n അതായത് 5n പ്ലസ് ഇനി ചെയ്യേണ്ടത് f മൈനസ് d അതായത് ഫസ്റ്റ് ടേം ഇവിടെ 1 ആണ്. 1 മൈനസ് d ഇവിടെ 5 ആണ്, ഈക്വൽ ടു 5n മൈനസ് 1-ന്ന് 5 കുറച്ചു -4 എന്ന് കിട്ടി. 5n -4 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ രണ്ടും ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇത് ഡയറക്റ്റ് ഫസ്റ്റ് ടൈം പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ നമ്മൾ ചെയ്ത് ഈ 1ഉം ഈ -5ഉം കൂടെ കൂട്ടുകയാണ്. അതിന് പകരമായിട്ട് ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ വഴിക്ക് ചെയ്യുക. ഇത് കോമൺ ആയിട്ട് ചെയ്യുന്ന വഴി ഇത് ഒരു സ്റ്റെപ്പ് ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ 5n പ്ലസ് അപ്പോൾ dn ആയി. dn പ്ലസ് പിന്നെ ഉള്ളത് f മൈനസ് d കുറച്ചു -4 കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നില്ല, പകരം ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ വേരിയബിളാണ് ഈ 5n, അതിനെ നമുക്ക് കൂട്ടാൻ പറ്റില്ല, പകരം ഈ 1ഉം ഈ -5 കൂടെ കൂട്ടി -4 എന്ന് കിട്ടി. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, 7, 12, 17 എക്സെട്ര. ഇവിടുത്തെ ഫസ്റ്റ് ടേം ഞാൻ x1 എന്നായിരുന്നു. x1 ഈക്വൽ ടു 2 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 7-ന്ന് 2 കുറച്ചു 7 മൈനസ് 2 ഈക്വൽ ടു ഇവിടെയും 5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമ്മുടെ xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d ആണ്, ഈക്വൽ ടു x1ൻ്റെ വാല്യൂ 2 പ്ലസ് n-1 ഇൻറ്റു d ഇവിടെ 5 ആണ്, 5 ഈക്വൽ ടു 2 പ്ലസ് 5 ഇൻറ്റു n 5n മൈനസ് 5 എന്ന് കിട്ടും, ഈക്വൽ ടു 5n എഴുതി. പിന്നെ ഈ 2ഉം ഈ -5ഉം കൂടെ കൂട്ടിയാൽ -3 എന്ന് കിട്ടും.
ഇനി ഇത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ xn is equal to dn plus f minus d. ഇവിടെ f എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, dn എന്ന് പറയുമ്പോൾ 5n പ്ലസ് f മൈനസ് d ഫസ്റ്റ് ടൈം 2 മൈനസ് ഈക്വൽ ടു 5n മൈനസ് 3 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21 32 43 54 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടൈം x1 അല്ലെങ്കിൽ f ഈക്വൽ ടു 21 ആണ്. അതുപോലെ d ഈക്വൽ ടു 32 മൈനസ് 21 ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഇനി nth ടൈം xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു x1 21 ആണ്, 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d 11 ആണ്, 11 ഈക്വൽ ടു 21 പ്ലസ് 11n മൈനസ് 11 ഈക്വൽ ടു 11n. ഇനി 21 നിന്നും 21 11 മൈനസ് 11 കൂട്ടണം. അപ്പോൾ 21 മൈനസ് 10 അപ്പോൾ പ്ലസ് 21 മൈനസ് 11 അപ്പോൾ പ്ലസ് 10 11n പ്ലസ് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ ഏതെങ്കിലും ഒരു വഴിക്ക് ചെയ്താൽ മതി, ഞാൻ 2 വഴിയും കാണിക്കുന്നുള്ളൂ. കാരണം പല ടീച്ചേഴ്സും പല വഴിക്കായിരിക്കും. ചിലർ ഈ ഇക്വേഷൻ എടുത്ത് ചെയ്യും. CBSE-യിലേക്കാണ് കൂടുതൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിൽ എഫ് പ്ലസ് ഡി എൻ പ്ലസ് എഫ് മൈനസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഈക്വൽ ടു ഡി ഇവിടെ 11 ആണ്, അപ്പോൾ 11n പ്ലസ് എഫ് മൈനസ് ഡി എഫ് 21 ആണ്, 21 മൈനസ് ഡി 11 ഈക്വൽ ടു 11n പ്ലസ് 10 എന്ന ആൻസർ കിട്ടും. അടുത്തത് 19 28 37 എക്സെട്ര. ഇവിടുത്തെ ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 19 ആണ്. അതുപോലെ d ഈക്വൽ ടു 28 മൈനസ് 19 ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഇനി xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു x1 19 ആണ്, 19 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d 9 ഈക്വൽ ടു 19 പ്ലസ് 9n മൈനസ് 9 ഈക്വൽ ടു 9 എന്ന് എഴുതി 19 നിന്നും 9 കുറച്ചു 10 9n പ്ലസ് 10 എന്ന ആൻസർ കിട്ടി. ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ xn is equal to dn പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു dn, d ഇവിടെ 9 ആണ്, അപ്പോൾ 9n പ്ലസ് ഫസ്റ്റ് ടൈം 19 മൈനസ് കോമൺ ഡിഫറൻസ് 9 ഈക്വൽ ടു 9n പ്ലസ് 10 എന്ന് കിട്ടും. അടുത്തത് 1 1.5 2 2.5 എക്സെട്ര. ഇത് നമുക്ക് ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്രഭിന്നം. അതിന് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഒക്കെ എഴുതാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 എന്ന് പറയുന്നത് 3/2, 2 into 1 2 plus 1 3 3/2 2, അതുപോലെ 2 into 2 4 plus 1 5 5 divided by 2 എക്സെട്ര എന്ന് നമ്മൾ ഇതിനെ മാറ്റി എഴുതി. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടൈം x1 is equal to 1 ആണ്. അതുപോലെ d is equal to 3/2 മൈനസ് 1 ആണ്. അല്ലെങ്കിൽ 1.5 നിന്നും 1 കുറച്ച് നമുക്ക് 1/2 ആണ് ആൻസർ കിട്ടാൻ. ഇവിടെ 2 into 1 2 3 മൈനസ് 2 1 divided by 2 ഈക്വൽ ടു 1/2 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി xn ഈക്വൽ ടു ഫസ്റ്റ് ടൈം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1/2 ഈക്വൽ ടു 1 പ്ലസ് 1/2 ഇൻറ്റു n, അതായത് n/2 മൈനസ് 1/2 ഈക്വൽ ടു n/2, അതായത് 1/2 n എന്ന് എഴുതിയാലും n/2 എന്ന് എഴുതിയാലും ഒന്ന് തന്നെ, n/2. പിന്നെ 1-ൽ നിന്നും 1/2 കുറയ്ക്കണം, അപ്പോൾ അത് 1/2 തന്നെ. അപ്പോൾ n/2 പ്ലസ് 1/2 ഈക്വൽ ടു നമുക്ക് n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ ഉപയോഗിച്ചാൽ xn is equal to dn പ്ലസ് എഫ് മൈനസ് ഡി
ഈക്വൽ ടു ഡി ഇവിടെ 1/2 ആണ്. അപ്പോൾ 1/2 n പ്ലസ് ഫസ്റ്റ് ടേം 1 ആണ്. 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2 n, അതായത് n/2 പ്ലസ് 1 മൈനസ് 1/2 അത് 1/2 ആണ്. ഈക്വൽ ടു n പ്ലസ് 1/2 എന്ന ആൻസർ കിട്ടും. അടുത്തത് 1/6, 1/3, 1/2 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടൈം x1 is equal to 1/6 ആണ്. ഇനി കോമൺ ഡിഫറൻസ് d is equal to 1/3 നിന്നും 1/6 കുറയ്ക്കണം. 1/3 മൈനസ് 1/6 ഈക്വൽ ടു നമുക്കിതിനെ ഈ 1/3 നമുക്ക് മാറ്റാം. ഇവിടെ 6 ആണ്, വേണമെങ്കിൽ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ എളുപ്പത്തിൽ ഈ 3 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോൾ ഈ 1/3 ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2/6 എഴുതാം. അപ്പോൾ 2/6 മൈനസ് 1/6 ആണ്. ഈക്വൽ ടു അത് 1/6 ആൻസർ കിട്ടി. കോമൺ ഡിഫറൻസ് 1/6. ഇനി xn is equal to x1. ഫസ്റ്റ് ടൈം നമുക്കറിയാം 1/6 ആണ്. 1/6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അതായത് n മൈനസ് 1 ഇൻറ്റു 1/6. 1/6 പ്ലസ് 1/6 ഇൻറ്റു n/6 മൈനസ് 1/6 ഇൻറ്റു 1/6 ഈക്വൽ ടു n/6. ഈ 1/6ഉം ഈ മൈനസ് 1/6ഉം ക്യാൻസൽ ആയിപ്പോയി. n/6 ആൻസർ കിട്ടി. അല്ലെങ്കിൽ 1/6n ആയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഇക്വേഷൻ എടുത്താൽ xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു d ഇവിടെ 1/6 ആണ്. അപ്പോൾ 1/6n പ്ലസ് f മൈനസ് d. ഫസ്റ്റ് ടൈം 1/6 ആണ്. 1/6 മൈനസ് 1/6 എന്ന് കിട്ടും. ഈക്വൽ ടു 1/6n പ്ലസ് 0 ഈക്വൽ ടു അത് n/6. 1/6n എന്ന് പറയുമ്പോൾ n/. അപ്പോൾ ഇവിടെ n/6 ആൻസർ കിട്ടി.